നമസ്കാരം. യാഗപരിശിഷ്ടത്തിൻ്റെ രണ്ടാം ഭാഗമാണിത്. കണ്ഠമംഗൽ നടത്തിയത് ശ്രീ സൂക്ത പൂർവക സൗഭാഗ്യലക്ഷ്മി യാഗം എന്നാണ് അതിൻ്റെ പേര്. അപ്പം ഞാനിതെന്താണെന്ന് അറിയാൻ വേണ്ടി ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് അവർക്ക് അറിവില്ല. സാധാരണ എല്ലാ വിജ്ഞാനങ്ങളുടെയും ഒരു സ്രോതസ്സാണ് ഗൂഗിൾ. പക്ഷേ ഗൂഗിളിൽ അതില്ല. അപ്പം എനിക്ക് സംശയമായി ഇങ്ങനൊരു യാഗം ഉണ്ടോ എന്നുള്ളത്. നമ്മളൊന്നും കേട്ടിട്ടില്ലല്ലോ. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ അലക്സാണ്ടർ സാർ വന്നത്. അദ്ദേഹത്തിന് മുഴുവൻ പേര് പെട്ടെന്ന് ഓർത്തില്ല. അപ്പോൾ അദ്ദേഹം വന്ന് ഒരു 1.5-2 മണിക്കൂർ സംസാരിച്ചപ്പോഴെല്ലാം ഞാൻ കാതു തുറന്ന് ഇരിക്കുകയായിരുന്നു, ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ വാക്യങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്യുന്നതുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞപ്പോഴെല്ലാം ഈ വാക്കുകൾ അദ്ദേഹം ഉച്ചരിച്ചതേയില്ല. ശ്രീ സൂക്ത പൂർവക സൗഭാഗ്യ ലക്ഷ്മി യാഗം എന്ന് അദ്ദേഹം തീർത്ത് പറഞ്ഞില്ല. അദ്ദേഹം ലക്ഷ്മി യാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെടുത്തി ഒരുപാട് കാര്യങ്ങളാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം സംസാരിച്ച കാര്യത്തെക്കുറിച്ച് ഒട്ടേറെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നിരുന്നാലും അദ്ദേഹത്തിന് ആ കാര്യത്തെക്കുറിച്ച് അറിവില്ല എന്നെനിക്ക് മനസ്സിലായി. നിങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. അദ്ദേഹം ലക്ഷ്മി യാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ യാഗം വന്നത് എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതില്ലേ? സൂക്തം എന്ന് പറഞ്ഞാൽ അർത്ഥഗർഭമായ ഒരു ചെറുവാക്യമാണ്. ഓം നാരായണായ നമഃ ഉണ്ടോ? അത് ഒരു സൂക്തമാണ്. നമുക്ക് 33 കോടി ദേവന്മാരുണ്ടല്ലോ. ഓരോ ദേവന്മാരെയും സ്തുതിക്കുന്നതിന് ഒട്ടേറെ സൂക്തങ്ങൾ എഴുതുകയുണ്ടായിട്ടുണ്ട്. അതിൽ ഗൂഗിളിൽ കൊടുത്തിരിക്കുന്നത് ഞാൻ നിങ്ങളോട് പറയാം. ഗൂഗിളിൽ കുറേ സൂക്തങ്ങളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് ഗുരുസ്തോത്രം, പാദുകസ്തോത്രം, ഗർവഷ്ടകം, ഗണപത്യഥർവ ശീർഷോപനിഷത്ത്, പൂരുഷസൂക്തം, നാരായണസൂക്തം, മേധാസൂക്തം, ദുർഗാസൂക്തം, ശ്രീ സൂക്തം, അതാണ് നമ്മളുടെ ആൾ, മന്ത്രപുഷ്പം, ഐകമത്യം, നകർമ്മണാഹ്, ഗണപതി സ്തോത്രം, മഹാദേവി സ്തോത്രം, അന്നപൂർണേശ്വരി സ്തവം, മഹിഷാസുരമർദ്ദിനി സ്തോത്രം, മഹാ സുദർശന മന്ത്രം, ഏകശ്ലോക രാമായണം, ഏകശ്ലോക ഭാരതം, നവഗ്രഹം, ദിനചര്യ, ശാന്തി മന്ത്രം. ഇത്രയുമാണ് ഗൂഗിൾകാരൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒട്ടേറെ സൂക്തങ്ങൾ, ഇത് മാത്രമായിരിക്കില്ല, ഒട്ടേറെ സൂക്തങ്ങൾ ഉണ്ടായിരിക്കണം. പലരായിട്ട് ഇപ്പോഴും എഴുതുകയല്ലേ. എൻ്റെ നാട്ടിലെ PV സലിയപ്പൻ ശ്രീ ഷൺമുഖനെ കുറിച്ച് 1000 സൂക്തങ്ങൾ എഴുതി എന്നിട്ട് കൊണ്ട് കാണിച്ചു. അപ്പോൾ അങ്ങനെ ആളുകളൊക്കെ എഴുതുന്നുണ്ടാവും, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഈ ശ്രീ സൂക്തം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഓം ഹിരണ്യവർണ്ണാം ഹരിണീ സുവർണ രജതസ്രജാം എന്നാണ് തുടങ്ങുന്നത്. സംസ്കൃതമാണ്, നമുക്ക് മനസ്സിലാവുന്നില്ല അല്ലേ? അപ്പോൾ സംസ്കൃതമാണ്, മനസ്സിലാകുന്നില്ല എന്നതുകൊണ്ട് ഇവർ ചൊല്ലുന്നതൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല. നാരായണീയം നമ്മുടെ ക്ഷേത്രങ്ങളിൽ ആലാപനം ചെയ്യുന്നത് പോലെയാണ്. മൈക്കിലൂടെ കേൾക്കും, ആർക്കും ഒന്നും മനസ്സിലാകില്ല. അത് ഈ ഹിന്ദുമതത്തിൽ മാത്രമല്ല. ഉദാഹരണത്തിന് ഇസ്ലാം മതത്തിലാണെങ്കിൽ അത് അറബിയിലേ ഉള്ളൂ. പിന്നെ നമ്മുടെ ക്രിസ്തു മതത്തിലാണെങ്കിൽ അത് എന്താണ്, സിറിയക്, പിന്നെ ലാറ്റിൻ, ഇതിലൊക്കെയാണുള്ളത്. എന്താണ് അങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ.
ഈശ്വരന്മാർക്ക് ഒരുപക്ഷെ സംസ്കൃതവും ലാറ്റിനും പിന്നെന്താ ഇപ്പോൾ ഞാനൊട്ടും പറഞ്ഞു സിറിയക്കൊക്കെ അറിയാമായിരിക്കുള്ളൂ. അതുകൊണ്ടായിരിക്കും അങ്ങനെ വന്നത്. ഏതായാലും ഇങ്ങനെയുള്ള ഒട്ടേറെ സൂക്തങ്ങളുണ്ട്. അതിലൊരു സൂക്തമാണ് ശ്രീ സൂക്തം. അപ്പോൾ ഈ ശ്രീക്ക് അർത്ഥം സമ്പത്തെന്നാണ്, ഐശ്വര്യമെന്നാണ്. അപ്പോൾ നമ്മുടെ ശ്രീ സൂക്ത പൂർവക സൗഭാഗ്യലക്ഷ്മി യാഗം എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ അന്വയിക്കാൻ പറ്റും? ശ്രീ എന്നാൽ ഐശ്വര്യം, സൂക്തം എന്നുള്ളത് ഞാൻ പറഞ്ഞു അർത്ഥപൂർണമായൊരു ചെറിയ വാക്യമാണ്. പൂർവക എലോങ് വിത്ത്, കൂടെ. സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ ക്ഷേമം, ഐശ്വര്യം, സമ്പത്ത്, അങ്ങനെയൊക്കെയുള്ള. ലക്ഷ്മി ഭാഗ്യദേവത, ഐശ്വര്യദേവത, അതെല്ലാവർക്കും അറിയാം. യാഗം ഒരു യജ്ഞമാണ്, ഒരു സാക്രിഫൈസാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്ക് എങ്ങനെ പറയാം? ശ്രീ സൂക്തപൂർവകമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ശ്രീ സൂക്തത്തോടു കൂടിയുള്ള സൗഭാഗ്യ ലക്ഷ്മിയാഗം. ഇപ്പോൾ സൗഭാഗ്യലക്ഷ്മിയാഗം എന്നുള്ളതിന് നമുക്കൊന്നും പറയാം, ഒരു യജ്ഞമാണ്. അപ്പോൾ ശ്രീ സൂക്തത്തോടു കൂടിയാണ് ഈ യാഗം നടക്കുന്നത്. അങ്ങനെ ഒരു യാഗമുണ്ടോ എന്ന് ഗൂഗിളിൽ തിരഞ്ഞാൽ ഇല്ല. പിന്നെ എന്താ ഇവിടെ അങ്ങനെ സംഭവിച്ചത്? അത് നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നടന്നത് എന്താണ്? നടന്നത് ഇതൊക്കെയാണ്. ഞാൻ ഇനി പറയാൻ പോകുന്ന ഒരു 8 യാഗങ്ങളുടെ ഒരു ചേരുവയാണ് അവിടെ അവതരിപ്പിച്ചത്. ആ 8 യാഗങ്ങളും പിന്നെ ഒന്നൊന്നായിട്ട് അവരുടെ പരിപാടി പുസ്തകത്തിൽ അച്ചടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു യാഗം നടത്തേണ്ടതിന് പകരം എത്ര യാഗം അവിടെ നടത്തി? 8 യാഗം കൂടി. ആ 8 യാഗങ്ങളും കൂടി ചേരുന്നതിന് എന്താ പറയുക? ശ്രീ സൂക്ത പൂർവക സൗഭാഗ്യ ലക്ഷ്മി യാഗം എന്ന് പറയും. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ യാഗങ്ങൾ? അത് ഞാൻ നോട്ടീസ് നോക്കി ഒന്ന് വായിക്കാം. ഒന്നാമത്തേത് ഇതാണ്. യാഗസമാരംഭത്തിൽ ഒന്നാമത്തെ യാഗം ശ്രീ സൂക്ത പൂർവക മഹാലക്ഷ്മി യാഗം. ഇപ്പോൾ 1 അഷ്ടലക്ഷ്മി സമേത കുബേരലക്ഷ്മി യാഗം. അപ്പോൾ 2 വാഞ്ചാ കൽപ്പ ലതായാഗം. 3 ശരണാസരസ്വതി യാഗം മഹാകാളിയാഗം. ലളിതാ മഹായാഗക്രമ. ജയദുർഗാ യാഗക്രമ. രാജമാതംഗി യാഗക്രമ. തീർന്നു. ഇത്രയും യാഗങ്ങളാണ് അവിടെ നടത്തിയത്. നമ്മുടെ നാട്ടിൽ പല കാര്യങ്ങളിലും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ചിലർ അവരുടെ പ്രത്യേക താല്പര്യപ്രകാരം ചില കാര്യങ്ങൾ കൂട്ടി യോജിപ്പിക്കും, എന്നിട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതാരാ ഇങ്ങനെ ചെയ്തത്? ഇങ്ങനെ ഒരു യാഗം 7 ദിവസം നീണ്ടു നിൽക്കുന്ന യാഗം വേണമെന്ന് ആര് തീരുമാനിച്ചു? അതിന് പറ്റിയൊരു ചേരുവ ആരുണ്ടാക്കിയെടുത്തു? ഇത് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. ഇതൊരു ചേരുവയാണ്. പലയിടത്ത് പല യാഗങ്ങളെ കൊണ്ടൊന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് ഒറ്റയാഗമാണെന്ന് നമ്മളെല്ലാവരെയും പറഞ്ഞ് ധരിപ്പിച്ച് ഒരു പുതിയ പേരും കൊടുത്ത് കൊണ്ടുവരികയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ആരാവാം അങ്ങനെ ചെയ്തിട്ടുള്ളത്? ആരാവും? നമ്മുടെ മുഖ്യ സംയോജകൻ തന്നെയായിരിക്കും, എല്ലാ സംശയമില്ല. ആ മുഖ്യ സംയോജകൻ ഒരു പുതിയ യാഗക്രമം നമ്മുടെ കണ്ടമംഗലം ക്ഷേത്രത്തിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ നോട്ടീസിൽ ആർക്കും മനസ്സിലാകാത്ത വിധം ഒരു മുഖവരിയുണ്ട്. അതെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് കേരള ഭൂമിയിൽ താന്ത്രിക യാഗങ്ങളുടെ പ്രസക്തി എന്ന ഒരു ലേഖനമാണത്. അത് ശ്രീ വിമൽ വിജയ് കന്യാകുമാരി എഴുതിയിട്ടുള്ളതാണ്. മുഖ്യ സംയോജകനാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു വരുന്നത് ശ്രീചക്ര നവാവരണ പൂജ
അഷ്ടമാതൃക്കളെ യോഗിനീ സമേതമുള്ള സാമ്പ്രദായിക ആരാധനയാണത്. ഭാവനോപനിഷത്തിൻ്റെ പ്രായോഗിക വിധിയാണത്. ലളിതാ മഹായാഗം നമ്മൾ നടത്തുന്നുണ്ട്. മഹായാഗ ക്രമാരാധ്യ എന്ന പ്രാമാണിക സൂത്രം എന്ന ഗ്രന്ഥത്തെ ആസ്പദമാക്കി വിപുലീകരിച്ചതാണ് നാം സൗഭാഗ്യലക്ഷ്മി യാഗം ശ്രീ സൂക്തപൂർവകമായി നടത്തുന്നത്. ശിവയോഗ പദ്ധതി പ്രകാരം പറയുന്ന പരമരഹസ്യമായൊരു പദ്ധതിയാണിത്. ഗ്രന്ഥങ്ങളൊക്കെ പ്രസിദ്ധമായിട്ടുള്ളതാണ്. 5 ഗ്രന്ഥങ്ങളുണ്ട്. സൗഭാഗ്യകൽപദ്രുക്മം, സൗഭാഗ്യരത്നാക്ഷരം, സൗഭാഗ്യചിന്താമണി, സൗഭാഗ്യകൽപ്പലത, സൗഭാഗ്യമഞ്ജരി. ഇത്രയും ഗ്രന്ഥങ്ങൾ നോക്കിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹം സാധിച്ചുള്ളത്. ഇനി ഇത് നമുക്കൊന്ന് കൺവീൻസ് ചെയ്യിക്കാൻ വേണ്ടി അദ്ദേഹം വളരെ പാടുപെടുന്നുണ്ട്. അദ്ദേഹം അനാവശ്യമായിട്ട് തന്നെ ശ്രീനാരായണ ഗുരുവിനെയും കുമാരനാശാനെയും ഇതിൽ ബന്ധിപ്പിക്കുന്നു. അതാണ് തന്ത്രം. അതിങ്ങനെയാണ്. ശ്രീനാരായണ ഗുരു തൃപ്പാദങ്ങൾ ഹോമമന്ത്രം നമുക്ക് പ്രദാനം ചെയ്തു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഹോമം നടത്താൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഗുരുദേവ തൃപ്പാദങ്ങൾ ശങ്കരൻ പരദേശായുടെ കാശി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ സമ്പ്രദായ താന്ത്രിക സൗകര്യ നമുക്ക് പ്രദാനം ചെയ്തതും കാശ്മീര താന്ത്രിക ദേവതയായ സൗഭാഗ്യദേവതയെ ശാരദാദേവിയായി കേരളത്തിൽ പ്രതിഷ്ഠിച്ചതും ചരിത്രമാണ്. അങ്ങനെയാണ് അദ്ദേഹം ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ എവിടെയൊക്കെയുള്ളതാണ്? കാശ്മീർ മുതൽ ഇങ്ങോട്ട് പോകുന്നു എല്ലാം. കാരണം ശ്രീനാരായണ ഗുരുവിൻ്റെ ആൾക്കാരല്ലേ നടത്തുന്നത്. അപ്പോൾ ഇത് അതുമായിട്ട് ബന്ധിപ്പിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ള ത്രസിപ്പിൽ നിന്ന് വന്നിട്ടുള്ളതാണിത്. ഇനി കാളിയുടെ ആരാധനാ കേന്ദ്രമായ കൽക്കട്ട, അവിടെയാണ് കുമാരനാശാൻ പഠിച്ചത്. അപ്പോൾ കുമാരനാശാനെ ബന്ധിപ്പിച്ചു. എന്നിട്ട് പ്രസിഡൻസി കോളേജിൽ പഠിച്ച് കൗള സാധന ചെയ്യുന്നവർക്കായി സൗന്ദര്യ ലഹരി അദ്ദേഹം തർജ്ജമ ചെയ്തു. അപ്പോൾ കുമാരനാശാനും വന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ യാഗം നടത്തുന്നതിന് ശ്രീനാരായണ ഗുരുവിൻ്റെ ആനുകൂല്യം ഉണ്ടെന്ന് വരുത്താനും കുമാരനാശാൻ്റെ ആനുകൂല്യം ഉണ്ടെന്ന് വരുത്താനും വിഫലമായ ഒരു ശ്രമമാണ് ഈ എന്താണ് അദ്ദേഹത്തിൻ്റെ പേരും മറന്നുപോയല്ലോ, വിമൽ വിജയ് കന്യാകുമാരി ചെയ്യുന്നത്. നിങ്ങൾക്കോ അല്ല മറ്റാർക്കെങ്കിലുമോ എനിക്കോ ഒന്നും ആ ഒന്നാമത്തെ പേജിൽ എഴുതിയിരിക്കുന്നത് മനസ്സിലാവുകയില്ല. മനസ്സിലാകാത്തൊരു ഭാഷയിലാണ് അദ്ദേഹം എഴുതുന്നത്. പിന്നെ എന്ത് ചെയ്യാനാ? അങ്ങനെ അദ്ദേഹം ഒരു യാഗങ്ങളുടെ സമന്വയം അവിടെ നടത്തുകയാണ്. ഓരോ ദിവസവും ഓരോ യാഗമായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ കാര്യങ്ങൾ വേറെ രീതിയിൽ പോയെങ്കിലോ 7 ദിവസം കഴിയണ്ടേ, എങ്ങനെയെങ്കിലും അത് പിടിച്ചിരിക്കണ്ടേ? അതിന് പറ്റിയ രീതിയിലുള്ളൊരു പരിപാടിയാണ് അദ്ദേഹം നമുക്ക് വേണ്ടി അവതരിപ്പിച്ചത്. ഡോക്ടർ ബ്രഹ്മശ്രീ രാമചന്ദ്ര അഡിഗ ആയിരുന്നു ആദ്യ ദിവസം യാഗത്തിന് വന്നത്. അതായത് ശ്രീ സൂക്ത പൂർവക മഹാലക്ഷ്മി യാഗം. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ തൊട്ടടുത്ത് നിന്ന് കേട്ടതാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാനത് എൻ്റെ വീഡിയോയിലിട്ടിട്ടുണ്ട്. അദ്ദേഹം ശ്രീ സൂക്ത പൂർവക സൗഭാഗ്യലക്ഷ്മി യാഗം എന്താണെന്ന് നിർവചിക്കുന്നില്ല. അദ്ദേഹം മഹാലക്ഷ്മി യാഗം എന്നാണ് പറയുന്നത്. ഒന്ന് കേട്ടു നോക്കണം കേട്ടോ. അപ്പോൾ അത് സർവൈശ്വര്യവും കുടുംബഭദ്രതയും തീർച്ചയായും ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. സർവൈശ്വര്യം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും എല്ലാ രംഗങ്ങളിലും ഐശ്വര്യം ഉണ്ടായി ഇതങ്ങ് നടത്തി കഴിഞ്ഞാൽ ഉടനെ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹം വേറൊരു കാര്യം കൂടി പറഞ്ഞു, സന്താന സൗഭാഗ്യം ഉണ്ടാകും. അപ്പോൾ ദമ്പതിമാർക്ക് ഇത് സന്താനങ്ങളില്ലെങ്കിൽ ഈ യാഗം നടത്തിക്കഴിഞ്ഞാൽ ഉടനെ, അല്ലെങ്കിൽ യാഗം അവർക്ക് വേണ്ടി നടത്തിക്കഴിഞ്ഞാൽ
ഉടനെ ഈ സന്തതി ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് മലയാളം ശരിക്കും അറിഞ്ഞുകൂടാ. പിന്നെ കർണാടകത്തിൻ്റെ അതിർത്തിയിലാണല്ലോ മൂകാംബിക ക്ഷേത്രം. അപ്പം അതുകൊണ്ട് തന്നെയല്ല, മൂകാംബിക ക്ഷേത്രം എന്ന് പറയുന്നത് മലയാളികളുടെ ഒരു ആസ്ഥാനമാണ്. ഞാനവിടെ പോയിട്ടുണ്ട്. എല്ലായിടത്തും മലയാളം നിറഞ്ഞിരിക്കുകയാണ്. അത് കർണാടകത്തിലെ ഒരു മലയാള ഭൂമിയാണ്. കേരളത്തിൻ്റെ ഒരു കഷണമാണെന്ന് നമുക്ക് തോന്നുന്നു. ശ്രീശങ്കരൻ്റെ സർവജ്ഞ പീഠം അവിടെയാണ്. സ്വല്പം അകലെയാണ്, മുകളിലോട്ട് കയറി പോകണം. അതുകൊണ്ട് ഞാൻ അവിടം വരെ പോയില്ല. ഒരുപാട് പേര് പോകുന്നുണ്ടായിരുന്നു. വളരെ പ്രയാസമാണെന്നാണ് പറഞ്ഞത്. മറ്റൊന്ന് സൗവർണിക നദിയുണ്ട്. നദിയെന്ന് പറയാം, വളരെ കുളം. അതിനകത്ത് ഞാനും കുളിക്കുകയുണ്ടായിട്ടുണ്ട്. അത് മംഗലാപുരത്ത് നിന്ന് പോകുന്ന ഒരു സ്ഥലമാണ് ഈ മൂകാംബിക. അപ്പോൾ അവിടെ ചെന്ന് അപ്പോൾ നമ്മളിങ്ങനെ പിന്നെ അദ്ദേഹം ഓരോ ഘട്ടമായിട്ട് ഇങ്ങനെ യാഗം മുന്നേറുകയാണ്. ആ ഘട്ടങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. ഒരിക്കൽ പോലും ആ ഘട്ടങ്ങൾ എവിടെ നിന്ന് ആരംഭിച്ചു എവിടെ നിന്ന് അവസാനിച്ചു എന്ന് നമുക്ക് അറിയാൻ പറ്റുകയാണ്. അതാണ് ബ്രാഹ്മണൻ്റെ സൂത്രം. കുറേ അധികം കാര്യങ്ങൾ എഴുതി വയ്ക്കും. ഉദാഹരണത്തിന് ഇതിൻ്റെ അകത്ത് എഴുതി വച്ചിരിക്കുന്നത് നോക്കൂ, ഫലസമർപ്പണം. അത് കഴിഞ്ഞ് യാഗശാല ജ്യോതി പ്രവേശം. അപ്പോൾ ഇതെവിടെ അവസാനിച്ചു ഇതാരംഭിച്ചു എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. മണ്ഡല ദർശനം, മഹാസങ്കല്പ, ഗണപതി പൂജ, പുണ്യാഹവചന, കൃത്തിക്വരണ, ആചാര്യവരണ, കലശസ്ഥാപന, കലശപൂജ, ശ്രീസൂക്ത, മഹാലക്ഷ്മി കലശസ്ഥാപനം. ഇങ്ങനെ ഇതിൻ്റെ അകത്ത് കുറേയധികം പദങ്ങൾ വാരി വിതറിയിട്ട് നമ്മളെ അങ്ങോട്ട് ഭ്രമിപ്പിക്കുകയാണ്. ഭക്തനല്ലേ, എല്ലാം കേട്ടുകൊണ്ടിരുന്നോളൂ. പണ്ട് രാജാക്കന്മാരെ പറ്റിക്കാൻ വേണ്ടി ബ്രാഹ്മണന്മാരുണ്ടാക്കിയിട്ടുള്ളതാണിത്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. രാജാവിനെ എന്താണ് വരച്ച വരയിൽ നിർത്തും ബ്രാഹ്മണൻ. അത് കണ്ടമംഗലത്ത് ഞാൻ കണ്ടു. ആ ബ്രാഹ്മണാധിപത്യം എന്തുമാത്രം ഉണ്ട് എന്നുള്ളത്. പറയുന്നത് പോലെ ചെയ്യണം. അതുകൊണ്ട് അവിടെ പലരും സാഷ്ടാംഗ പ്രണാമം നടത്തുന്നത് ഞാൻ കണ്ടു. അങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്തോണം. അതിന് എന്തുകൊണ്ടാണെന്ന് അങ്ങനെ ചോദിക്കാൻ പാടില്ല. സാഷ്ടാംഗ പ്രണാമം നടക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരാന്ന് വെച്ചാൽ അതിൻ്റെ നടത്തിപ്പുകാരെ കൊണ്ട് കെട്ടന്നേക്കുകയാണ്. വേറെ എന്തെങ്കിലും കാര്യത്തിനാണെങ്കിൽ ഇവരങ്ങനെ ചെയ്യുമോ? ഇല്ലല്ലോ. ഇതുപോലെ ഓരോ യാഗവും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒട്ടേറെ ഘട്ടങ്ങൾ പറയുന്നുണ്ട്. ആ ഘട്ടങ്ങളൊന്നും തന്നെ എവിടെ ആരംഭിച്ചു എവിടെ അവസാനിപ്പിച്ചു എന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർ ചൊല്ലുന്ന സൂക്തങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ അർത്ഥഗർഭമായ ലഘുവാക്യങ്ങളെയാണ് നമ്മളെന്ത് പറയുന്നത്, സൂക്തങ്ങളെന്ന് പറയുന്നത്. നിങ്ങൾക്കും എഴുതാം, ഇച്ചിരി ശ്രമം വേണം. ഇപ്പം അയ്യപ്പനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു 100 സൂക്തങ്ങൾ എഴുതാൻ പറഞ്ഞാൽ സാധിക്കുകയല്ലേ? അങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ നമ്മൾ, അതുപോലുള്ളതാണ്. പിന്നെ അങ്ങനെ നമ്മൾ എല്ലാ യാഗങ്ങളും കണ്ടു. ഞാൻ എല്ലാ യാഗവും കണ്ടു. അതിൻ്റെ രീതി എന്ന് പറയുന്നത് ഒറ്റ രീതിയാണ്. എന്താണ് ആ രീതി? 4 വശത്തും, ചിലപ്പോൾ 3 വശത്തും, ചിലപ്പോൾ 1 വശത്തും പ്രധാന പൂജാരി ഇരിക്കുന്നു. അതൊരു ബ്രാഹ്മണനാണ്. അതെങ്ങനെ മനസ്സിലാകും? ഉടുമ കെട്ടിയിട്ടുണ്ട്. ഉടുമ വരച്ച ഒരു നമ്പൂതിരി നമുക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് VT പട്ടതിരിപ്പാടെന്നാണ്. അദ്ദേഹം എഴുതിയത് കണ്ണീരും കിനാവും എന്ന് പറയുന്ന പുസ്തകമാണ്. അത് അദ്ദേഹത്തിൻ്റെ ജീവിതകഥയാണ്. ഇവർ ഈ സൂക്തങ്ങളെല്ലാം ഋക്കും യജുർവേദവും അഥർവവേദവും ഒക്കെ പഠിക്കുന്നതെല്ലാം അതല്ലാതെ ഒരു ചുക്കും ചുണ്ണാമ്പും ഈ സാധനത്തിന് അറിഞ്ഞുകൂടാ എന്ന് നമ്മുടെ VT ഭട്ടതിരിപ്പാട് പറയുന്നു. ശാന്തിക്കാരനായിരുന്നു അദ്ദേഹം. മലയാളം പഠിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ?
ആരോ ഒരു കടലാസിൽ എന്തോ പൊതിഞ്ഞുകൊണ്ട് വന്നു. ആ കടലാസ് എടുത്തിട്ട് അവിടെ വന്നിരുന്ന വേറെ ആരോടോ ചോദിച്ച് മുക്കി മൂളി വായിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ അക്ഷരത്തിൻ്റെ ശക്തി അദ്ദേഹം തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു പുതിയ ലോകത്തേക്ക് വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ടോ ശാന്തിപ്പണി അവസാനിപ്പിച്ചു. എന്നിട്ട് അവിടെ നിന്നിറങ്ങി. അങ്ങനെ ലോകത്തേക്ക് വന്ന ഒരാളാണ് VT ഭട്ടതിരിപ്പാട്. വേറൊരു കാര്യം കൂടി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എഴുതിയൊരു പുസ്തകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ആരാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വന്നത്? സ്ത്രീകൾ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വരുന്ന നാടകമുണ്ട്, ഇഷ്ടംപോലെ പേര് കണ്ടതാണ്. അപ്പോൾ ഈ സ്ത്രീ സൂക്തവും പുരുഷ സൂക്തവും ഒക്കെ ജപിക്കാനല്ലാതെ ഒരു ചുക്കിന് ചുണ്ണാമ്പിന് കൊള്ളാത്ത ആളാണ് ഈ ബ്രാഹ്മണൻ. വേറൊന്നും അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. അപ്പം അങ്ങനെ ഇവർ നമ്മളെ ശരിക്കും, അതായത് അവിടെ വന്നിരിക്കുന്ന ഒരൊറ്റ ആളിനും ഞാൻ വെല്ലുവിളിക്കുന്നു, അവിടെ നടന്ന പ്രവർത്തനങ്ങളിലൂടെ അവർ ചൊല്ലിയ മന്ത്രങ്ങൾ ആർക്കെങ്കിലും ആ സദസ്സിൽ മനസ്സിലായിട്ടുണ്ടോ? ഇല്ല. മനസ്സിലാവാത്തൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഉൾക്കൊള്ളാൻ കഴിയുക? ഒന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല. ചിലപ്പോൾ കമ്മിറ്റിക്കാർക്കൊക്കെ ബോധ്യപ്പെട്ട് കാണും അവരെന്താ ചൊല്ലിയതെന്ന്. ഞാൻ MAക്ക് സംസ്കൃതം സബ്സിഡിയറി ആയിട്ട് എടുത്ത ആളാണ്. വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ ആ പരീക്ഷ ജയിച്ചത്. അമ്പലപ്പുഴ രാമവർമ്മയുടെ അടുത്ത് പോകുന്നു, ശിരോൺ രാഘവ പണിക്കർ സാറിൻ്റെ അടുത്ത് പോകുന്നു, അങ്ങനെ ഒരുപാട് പേരുടെ അടുത്ത് പോയി. എന്നിട്ടും എൻ്റെ ഗ്രാമർ തിരിച്ചെടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ മിനിമം മാർക്ക് വാങ്ങി. ബാക്കിയുള്ള എല്ലാം കൂടി ചേർന്നുമ്പോൾ എനിക്ക് ഒരു ഹൈ സെക്കൻഡ് ക്ലാസ് കിട്ടി. അപ്പം അതാണ് സംസ്കൃതം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ വശമാക്കണമെങ്കിൽ വലിയ ശ്രമം ആവശ്യമാണ്. അതവരിങ്ങനെ ഓം ഹ്രീം ഹ്വാ ഇങ്ങനെ കുറേ ശബ്ദങ്ങളാണ് കേൾക്കുന്നത്, അല്ലാതെ വേറൊന്നും അവിടെ കേൾക്കുന്നില്ല. എല്ലാവരും ശബ്ദമടക്കി പിടിച്ച് അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ശ്വാസമടക്കി പിടിച്ച് അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവർ കേട്ടത്? എന്താണ് അവർ മനസ്സിലാക്കിയത്? പറയാമോ കമ്മിറ്റിക്കാർക്ക്? സ്വല്പം പ്രയാസപ്പെടേണ്ടി വരും. എന്നാൽ ഇതിൻ്റെ അകത്ത് ഒരു കാര്യത്തിന് പിന്നെ അവിടെ വന്ന ആളുകളെക്കുറിച്ച് പറയണം, നമ്മൾ അറിയണം. സാമാന്യ വ്യക്തികളൊന്നുമല്ല അവിടെ വന്നത്. ഒന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആരാ അടിക. എന്താണ് അടികയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ, ഞാനങ്ങനെ പറയുന്നെന്നുള്ളതേ ഉള്ളൂ. അടിക അദ്ദേഹമാണ് വന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. രണ്ടാമത് വന്നിരിക്കുന്ന ആരാ? രണ്ടാമത് വന്നിരിക്കുന്നത് അതാരാ? അതല്ലേ ലളിത മഹിളാ സമാജം യോഗിനിമാരുടെ നേതൃത്വത്തിലാണ്. അവർ തിരുച്ചിറപ്പള്ളിയിൽ നിന്നാണ് വന്നത്. അവർ 3-4 പേരുണ്ടായിരുന്നു. അവരുടെ വേഷം, ഭാഷം എല്ലാം കാണാൻ അവർ ഇങ്ങനെ അവർക്കും അറിയാവുന്ന വിധത്തിലൊക്കെ അങ്ങ് പറയും. ഞാനത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അടുത്തത് വാഞ്ച കൽപ്പ ലതായാഗം നടത്തിയത് ബ്രഹ്മശ്രീ സൂര്യകാലടി മന സൂര്യൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് ഭട്ടതിരിപ്പാട്. അപ്പോൾ ഈ ഭട്ടതിരിപ്പാടിൻ്റെ മനയിലെ കാര്യം അറിയാമോ ആർക്കെങ്കിലും? നമ്മുടെ അലക്സാണ്ടർ സാറുണ്ടല്ലോ അവിടെ വന്ന് സംസാരിച്ച, അദ്ദേഹത്തിൻ്റെ പേര് പൂർണ്ണമായിട്ട് പറയണമല്ലോ, എങ്കിലല്ലേ പറ്റുള്ളൂ. അദ്ദേഹത്തിൻ്റെ പേര് പൂർണ്ണമായി പെട്ടെന്ന് ഓർക്കുന്നില്ലെന്നേ.
അദ്ദേഹം വന്നിരുന്ന ഏത് ദിവസമാണ് ആവും. അദ്ദേഹത്തിൻ്റെ പേര് അലക്സാണ്ടർ ജേക്കബ് എന്നാണ്, IPS കാരൻ. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഉണ്ട് ഈ സൂര്യകാലടി മനയെക്കുറിച്ച്. അദ്ദേഹം സൂര്യകാലടി മനയിൽ പോയി, അവിടെ ചെന്നു, അവിടുത്തെ നമ്പൂതിരിയെ കണ്ടു. നമ്പൂതിരിയോട് അദ്ദേഹം തൻ്റെ ആഗ്രഹം പറഞ്ഞു. എന്താണെന്നറിയാമോ? എന്താണ് ആഗ്രഹം? നമ്പൂതിരിയോട് പറഞ്ഞ ആത്മാവിനെ കാണണമെന്നാണ്. അപ്പോൾ നമ്പൂതിരി ചോദിക്കുന്നത്, കണ്ടാൽ കാണാനുള്ള മനക്കരുത്തുണ്ടോ? അപ്പോൾ ഇദ്ദേഹം പറയും, ഞാൻ IPS കാരനാണ്, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, കാണാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. കാണിച്ചു കൊടുത്തു. കണ്ടു എന്നാണ് ഈ IPS കാരൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ കണ്ടു കാണുമായിരിക്കും. നമ്മളിപ്പോൾ എന്ത് പറയാനാണ്? ആത്മാവിനെ കണ്ടു കാണുമായിരിക്കും. അദ്ദേഹം വേറെയും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ അലക്സാണ്ടർ ജേക്കബിൻ്റെ പ്രഭാഷണങ്ങളെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇവിടെ വന്നിട്ടും അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ സൂര്യകാലടി മന എന്ന് പറയുന്നത് മന്ത്രവാദങ്ങളുടെ തലതൊട്ടപ്പന്മാർ വിരാജിക്കുന്ന ഒരു സ്ഥലമാണ് ആ മന. അപ്പോൾ അവിടുന്ന് ഒരാളിനെ വരുത്തി എന്ന് പറയുന്നത് ഒരു അത്ഭുതകരമായ കാര്യമല്ലേ? വരുത്തി വന്നു, ഞാൻ കണ്ടു അവരെ. അങ്ങനെ നോക്കിയാൽ നമ്പൂതിരിമാർ, പട്ടതിരിപ്പാടുമാർ, ഭട്ടുമാർ, അങ്ങനെയുള്ളവരെല്ലാം അവിടെ നമുക്കറിയാത്ത, ഒരുപക്ഷെ അവർക്കും അറിയാത്ത ഭാഷയിൽ, അതാണ് ഞാൻ VT ഭട്ടതിരിപ്പാടിൻ്റെ കാര്യം പറഞ്ഞത്. EMS നമ്പൂതിരിപ്പാട് ഇതുപോലെ പഠിച്ചതാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നമ്മളോട് സംസാരിച്ചു, യാഗം നടന്നു. ഇനി യാഗത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഈ യാഗം, ഇങ്ങനൊരു യാഗം ഗൂഗിളിൽ പറയുന്നില്ല, നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് പറയുന്നില്ല. അദ്ദേഹം വലിയൊരു പണ്ഡിതനാണ്, എന്തെല്ലാം പറഞ്ഞാൽ. ആരും പറയുന്നില്ല. പിന്നെ ഇതെന്താണ്? ഇത് അനവധി യാഗങ്ങളുടെ ഒരു ചേരുവയാണ്. ആ ചേരുവയ്ക്കാണ് ശ്രീ സൂക്തപൂർവക സൗഭാഗ്യലക്ഷ്മി യാഗം എന്ന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ലക്ഷ്മി യാഗമാണ് നടന്നത്. ഒരു യാഗം. പിന്നെ വേറെയുണ്ട്. ഇപ്പോൾ ശ്രീ സൂക്ത പൂർവകത്തോടുകൂടി എന്ന് പറഞ്ഞാൽ ശ്രീ സൂക്തത്തോടു കൂടി നടത്തപ്പെടുന്ന യാഗങ്ങളാണിത്. പൂർവകം എന്നുള്ളതിൻ്റെ അർത്ഥം ഓടുകൂടി, എലോങ് വിത്ത് എന്നാണ്. അങ്ങനെ നടത്തിയ യാഗങ്ങളെല്ലാം നമ്മൾ കണ്ടു. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയണമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് ഭക്തജനങ്ങളെ വിഷമിപ്പിച്ചെങ്കിലോ എന്ന് വിചാരിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല. ഇങ്ങനെ ചില കൂട്ടുവിദ്യകളുണ്ട്, സമ്പന്നരായിട്ടുള്ള ആളുകളുണ്ട്, ഒട്ടനവധി പേരുണ്ട്, എല്ലാ രംഗങ്ങളിലും ഉണ്ട്. അവരെയൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇത് വിമൽ വിജയുടെ ഒരു സ്പെഷ്യൽ യാഗങ്ങളെല്ലാം കൂടി കൂട്ടിച്ചേർത്തുണ്ടാക്കിയിട്ടുള്ള ഒന്നാണ് എന്ന് ഞാൻ പറയുന്നു. അല്ലെന്ന് തെളിയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആരെങ്കിലും പറയുക. ഇതിൻ്റെ അകത്ത് കമൻ്റ് ഇട്ടാൽ മതി, ഞാനത് നോക്കാം. അല്ല എന്ത് ചെയ്യാനാ? അനവധി യാഗങ്ങൾ ഒരു വേദിയിൽ നടത്തുക എന്ന് പറയുന്ന അഭ്യാസ പ്രകടനത്തിനാണ് വിമൽ വിജയ് മുഖ്യ സംയോജകനാണ്. അങ്ങനെ അദ്ദേഹം സംയോജകൻ എന്നുള്ള പേര് അർത്ഥവത്താക്കിക്കളാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ യാഗങ്ങളും ഇങ്ങനെ സംയോജിപ്പിച്ച് പോവുകയല്ലോ. അവിടുത്തെ മനയിൽ നിന്ന് ആളെ വിളിക്കുന്നു, ഇവിടുത്തെ പട്ടിനെ വിളിക്കുന്നു, അടികയെ വിളിക്കുന്നു, ഇങ്ങനെ എല്ലാം ഇല്ലേ.
അങ്ങനെ അദ്ദേഹം സംയോജിപ്പിച്ചെടുത്തു. ഒരു കാര്യം ഈ നടത്തിയവരും നമ്മളുമൊക്കെ ആലോചിക്കണം. പോറ്റിമാരുടെയും നമ്പൂതിരിമാരുടെയും ഭട്ടുമാരുടെയും ഒക്കെ മന്ത്രങ്ങൾ നടക്കുന്ന സ്ഥലത്തേക്ക് നമ്മളെ കയറ്റിയിരുന്നില്ല, കയറ്റുകയുമില്ല. അവരുടെ മന്ത്രങ്ങൾ നമ്മളെങ്ങാനും ഏതെങ്കിലും വിധത്തിൽ പഠിച്ചു പോയി. ഞാനിപ്പോൾ ഒരു മന്ത്രം ചൊല്ലിയിട്ടുണ്ട്, ഇനി ഈ ഒഴുക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ പറഞ്ഞവരായി ഇവർ. ഇപ്പോൾ അവർ നമ്മുടെ അമ്പലങ്ങൾ തിരക്കി വരികയാണ്. എന്തുകൊണ്ട് വരുന്നു? അതിനവർ ഉത്തരം പറയണം. പണ്ട് കയറ്റുകയില്ലായിരുന്നല്ലോ. ഇവരല്ല, ഇവരുടെ അപ്പൂപ്പന്മാർ. ഇപ്പം എന്താ വന്നത്? ഇനിയും വരും. നമ്മളുടെ ചവിട്ടടിയിലേക്ക് അവർ വരും. ഞാൻ ഇന്നലെ ഉത്സവ ബലിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും ഇത് വലിയൊരു ശ്രീനാരായണ ഗുരുവിനോടും അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സിനോടും അദ്ദേഹത്തിൻ്റെ ഉത്ബോധനങ്ങളോടും ചെയ്ത കൊടും ചതിയായിപ്പോയി. അതും ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമയുടെ തൊട്ട് മുമ്പിലാണ് നടക്കുന്നത്. എന്നിട്ട് അദ്ദേഹത്തെ പ്രതി ചേർക്കാൻ വേണ്ടി ഒന്നാമത്തെ പേജിൽ വിമൽ വിജയൻ ചില വാക്യങ്ങൾ എഴുതി ചേർത്തിരിക്കുകയാണ്. അത്ഭുതം തന്നെ. നാളെ നമുക്ക് മറ്റൊരു പരിശിഷ്ടത്തെക്കുറിച്ച് ആലോചിക്കാം. അപ്പോൾ ഇത് യാഗപരിശിഷ്ടൻ 2ആണ്. പിന്നെ തെറി പറയാനുള്ളവരോടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ എന്നോട് യോജിക്കുന്നില്ല എങ്കിലും നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഞാൻ വിലമതിക്കുന്നു. നിങ്ങൾ ന്യായമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരികയാണെങ്കിൽ തീർച്ചയായും അത് കേൾക്കാനും കേട്ട് മനസ്സിലാക്കാനും ഞാനും തയ്യാറായിരിക്കും. താങ്ക് യു.